ഒരു ജനപ്രതിനിധിയെ, അതും ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ ജനങ്ങളും മാധ്യമങ്ങളും വിലയിരുത്തുന്നത് അതിന് തൊട്ടുമുൻപ് ആ സ്ഥാനത്തിരുന്നാൾ എന്തു ചെയ്തു എന്നതുമായിട്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കിയാൽ 2018-ലും 2019-ലും നിപ്പ വൈറസ് വ്യാപനം, ആ വർഷങ്ങളിൽ തന്നെയുണ്ടായ മഹാപ്രളയങ്ങൾ, കോവിഡ്-19 മഹാമാരി, ഈ പ്രതിസന്ധികളിലെല്ലാം കെ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം എന്തെല്ലാമാണെന്ന് നമ്മൾ കണ്ടതാണ്. ഇതിൽ എനിക്ക് വളരെ മികച്ച ഒരു ആശയമായി തോന്നിയതാണ് കോവിഡ് കാലഘട്ടത്തിൽ നടത്തിയ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആയി മാറിയത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ ഒരു നമ്പർ 1 പരിവേഷം നിലനിർത്താൻ പാടുപെടുന്ന പോലെയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടസ്ഥലത്ത് എത്തിയ മന്ത്രി വീണ ജോർജ് നടത്തിയ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇതിലവർ പറയുന്നുണ്ട്, കിഫ്ബി വഴി പുതിയ കെട്ടിടം പണിയുന്നുണ്ട് എന്ന്. ഇതിലൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഞങ്ങളുടെ സർക്കാരിന്റെ പിഴവല്ല എന്നല്ലേ. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം, യഥാർത്ഥ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മന്ത്രി PR ഏജൻസികൾ തയ്യാറാക്കി നൽകുന്ന പ്രസ്താവനകൾ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ്. ഈ ഒരു വിമർശനം ഏതാണ്ട് കഴമ്പുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വീണ ജോർജ് ഇതുവരെ പറഞ്ഞ സമഗ്രമായി പഠിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുള്ള എത്ര സംഭവങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ലഭിച്ചു എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഇതിൽ മന്ത്രി വീണ ജോർജിന്റെ രാജി കൊണ്ട് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ എന്നത് ചിന്തിക്കേണ്ടതാണ്.